ക്രൂശും എടുത്തിനി ഞാനും യേശുവേ പിൻചെൽകയാൽ പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകുകയാൽ ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. നിത്യരക്ഷദാനം ചെയ്ത ദിവ്യ സ്നേഹം ഓർക്കുമ്പോൾ ഏതു കഷ്ടത്തെയും താണ്ടി അന്ത്യത്തോളം പോയില്ല. അറിയാവുന്ന ചേർന്ന് പാടിക്കട്ടെ. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ക്രൂശും എടുത്തിനി ഞാനും ഈശനെ പിൻചെൽകയാൽ പാരിൽ പരദേശിയായി ഞാൻ മോക്ഷവീട്ടിൽ പോകുകയാൽ ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായ രാത്രിയിൽ വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ ക്രമീകരിച്ച ഈ പ്രാവശ്യത്തെ സുവിശേഷ യോഗത്തിൽ ദൈവത്തിന്റെ വചനവുമായി ഈ ദൈവജനത്തിന് മധ്യത്തിൽ നിൽക്കത്തക്ക നിലയിൽ സർവ്വകൃപാലുവായ കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട സന്ദർഭത്തിനും സാവകാശത്തിനും നിറഞ്ഞ ഹൃദയത്തോടെ അവിടത്തേക്ക് മഹത്വം അർപ്പിക്കുന്നതോടൊപ്പം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിളംബരത്തിന് ദൈവവചനത്തോടൊരു പ്രഘോഷണത്തിന് ഇപ്രകാരം ഈ വേദിയിൽ അവസരമൊരുക്കിയ ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകനായി കർത്താവിൽ അധ്വാനിക്കുന്ന ബഹുമാന്യനായ കർത്തൃദാസൻ പാസ്റ്റർ എബ്രഹാം ജോർജ്, അദ്ദേഹത്തോട് ചേർന്ന് ഈ പ്രവർത്തനത്തിന്റെ വിവിധ മുഖങ്ങളിൽ ത്യാഗപൂർവ്വം സേവനം ചെയ്യുന്ന അനുഗ്രഹീതരായ വാത്സല്യ സഹോദരങ്ങൾ ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ കൃതജ്ഞത ഹൃദയത്തിന്റെ ഭാഷയിൽ പ്രകാശിപ്പിക്കട്ടെ. മുൻപേ ഓർപ്പിച്ചതുപോലെ കർത്താവിന്റെ ദാസൻ പ്രിയ ശിവബ്രദറിന്റെ ഭവനത്തിൽ പാർത്തുകൊണ്ട് ഈ ആത്മീക സന്ദേശങ്ങൾ ഇവിടെ നിർവഹിപ്പാൻ ദൈവം എനിക്ക് കൃപ പകർന്നു. ആ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ സ്നേഹത്തിനും കരുതലിനും ഒരിക്കൽ കൂടെ ഞാൻ ദൈവസന്നിധിയിൽ മഹത്വം അർപ്പിക്കുന്നു. ദൈവഭവനത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പിതൃതുല്യം ക്രിസ്തുവിൽ ആദരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് ജോർജ് അവരോടും കൂടെ ഈ വേദി പങ്കിടുവാൻ ലഭ്യമായ അവസരം, അത്ര ആഴമായ ആത്മബന്ധം എനിക്ക് ബഹുമാന ദൈവത്തിനുമായിട്ടുണ്ട്. ദൈവം ഒരിക്കൽ കൂടെ നൽകിയ അവസരം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെയും തുടർന്നും ഈ പട്ടണത്തിൽ ദൈവം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കേറെ സന്തോഷമുണ്ട്. എൻ്റെ ചെറുപ്പനാൾ മുതൽ ഏറ്റവും ഇടയെടുപ്പമുള്ള ആത്മബന്ധത്തോടെ ഒരു സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെ ആത്മതയിൽ സ്നേഹിക്കുകയും കരുതുകയും ഒരുമിച്ച് ആത്മീയ ശുശ്രൂഷയിലായിരിക്കുകയും ചെയ്ത കപ്പുമാമൂട്ടിൽ പ്രിയ അച്ഛനോട് കൂടെ ഈ വേദിയിലായിരിക്കാൻ ലഭ്യമായ അവസരം ജീവിതത്തിന്റെ ഭാഗ്യ പദവിയായി കാണുന്നു. ആ നാട്ടിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇവിടെയും വന്ന് അവിചാരിതമെങ്കിലും ദൈവനിർണയത്തിന് നിവർത്തിയായി ഒരുമിച്ച് സമയം ചിലവഴിപ്പാനായി കർത്താവ് അവസരം നൽകിയതിൽ വളരെ വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി റാമിയുടെ വിവിധ മുഖങ്ങളിൽ ഏറ്റവും സാക്ഷ്യത്തോടെ ശുശ്രൂഷയിൽ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു ബഹുമാന ദൈവത്തിനാണ് അദ്ദേഹം. ഒരുമിച്ച് ഞങ്ങൾക്കായിരിക്കാൻ ലഭ്യമായ അവസരം ഏറെ സന്തോഷകരമായി കരുതുന്നു. ഈ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാരുടെ മുഖങ്ങൾ കാണുന്നു. വിവിധ ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി സാക്ഷ്യത്തോടെ നിലകൊള്ളുന്ന ദൈവമക്കളുടെ സാന്നിധ്യമോർത്തിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഇന്ന് രാത്രി ഒന്നിച്ചായിരിക്കുന്നത് വലിയ ദൈവപ്രവർത്തിക്ക് കാരണമായി തീരുവാൻ നിങ്ങളുടെ പ്രാർത്ഥന എനിക്കും ആവശ്യമുണ്ട്.
കർത്താവിന്റെ പുനരാഗമനം താമസിക്കുന്ന അടുത്ത ദിവസങ്ങളിൽ പലയിടങ്ങളിൽ ദൈവത്തിന്റെ വചനവുമായി തുടർന്ന് നിൽക്കേണ്ടതായിട്ടുണ്ട്. എന്റെ വാത്സല്യ സഹോദരി സഹോദരങ്ങളായ നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന ഞാൻ ആദരപൂർവ്വം വിനയത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവമക്കളോട് ഞാൻ പ്രത്യേകം അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നാളെ രാവിലെ തന്നെ ഫ്ലൈറ്റിന് ഞാൻ മടങ്ങുകയാണ്. നേരെ ബാംഗ്ലൂരിൽ എത്തിയിട്ട് ബാംഗ്ലൂരിൽ നാളെ രാത്രി 10 മണിയാകുമ്പോഴേക്കും ഉടുപ്പിയിൽ നിന്നുള്ള സഹോദരങ്ങൾ എത്തിച്ചേരും. അവിടെ നിന്ന് യാത്ര ചെയ്ത് നാളെ ചൊവ്വാഴ്ച രാവിലെ മുതൽ ഉടുപ്പിയിൽ പല സമയത്ത് ക്രിസ്തീയ കുടുംബജീവിതത്തെ കുറിച്ചുള്ള ഒരു ബൈബിൾ ക്ലാസും രാത്രികളിൽ കർത്താവ് സ്തോത്രം തുടർച്ചയായി 4 രാത്രിയിൽ അവിടെ നടക്കുന്ന സുവിശേഷ യോഗവുമാണ്. ദൈവജനത്തിന്റെ പ്രാർത്ഥന ഏറെ ആവശ്യമുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നതിന്റെ പുറകിൽ എന്റെ ദൈവത്തിന് മഹത്തായ ഉദ്ദേശമുണ്ട്. ഒരു കർത്തദാസന്റെ ജീവിതത്തെ കുറിച്ച് ലോകത്തിൽ ആർക്കും ഇല്ലാത്ത ഒരു പദ്ധതി നാം സേവിക്കുന്ന ദൈവത്തിനുണ്ട്. നാം സേവിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കാൻ ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും ഒരു പാതാള ഗോപുരങ്ങൾക്കും ഒരു പിശാചിന്റെ ഉടനാ പകയ്ക്കും കഴിയത്തില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം. ദൈവത്തിന് സ്തോത്രം. ദൈവം ഈ ഭൂമിയിൽ അനുവദിക്കുന്ന ദിവസങ്ങൾ നിന്റെ ശുശ്രൂഷ പൂർത്തിയാകുന്നതിന് മുൻപ് ഇവിടെ നിന്ന് നിന്നെ അടർത്തി മാറ്റാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം ഏൽപ്പിച്ച കാലഘട്ടങ്ങളിൽ ശുശ്രൂഷ തുടരാതിരിക്കുന്നതും ദൈവം ഏൽപ്പിച്ചതിന് ശേഷം ശുശ്രൂഷ വീണ്ടും തുടരുന്നതും ഒരുപോലെ അപകടകരമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കർത്താവിന്റെ സ്തോത്രം. എന്റെ 14-ാമത്തെ വയസ്സിൽ യേശുവിനെ ജീവിതത്തിന്റെ കർത്താവായി ഏറ്റുവാങ്ങുവാൻ മാർത്തോമാ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ തികച്ചും ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭവനത്തിൽ അന്നത്തെ സാഹചര്യത്തിൽ ലഭ്യമായ സന്ദർഭം ഞാൻ ഓർക്കുന്നു. അവിടെ നിന്നുള്ള മുൻപോട്ടുള്ള യാത്രയിൽ ക്രിസ്തീയ ശുശ്രൂഷയിൽ നിരവധി കരുതലുകളും ആത്മീയ കൈത്താങ്ങലുകളും ലഭ്യമായ സന്ദർഭങ്ങൾ. എന്റെ 19-ാമത്തെ വയസ്സിൽ ബൈബിൾ കോളേജിൽ കുമ്പനാട്ട് പഠിക്കുവാനായിട്ട് ചെന്ന രംഗം ഞാൻ ഓർക്കുന്നു. മുൻപോട്ടുള്ള യാത്രയിൽ കഴിഞ്ഞ 20 വർഷമായി റാന്നി ടൗൺ IPC ചർച്ചിന്റെ ശുശ്രൂഷകനായി കർത്താവിൽ അധ്വാനിക്കുന്നു. ഏതാണ്ട് 85ഓളം കുടുംബങ്ങൾ ഞങ്ങൾക്ക് അവിടെ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് മുൻപോട്ട് വിവിധ തുറകളിൽ വന്നിട്ടുണ്ട്. അവിടെയുള്ള സഭയെയും എളിയവരെയും തുടർന്നും ദൈവമക്കളുടെ പ്രാർത്ഥനയും ഓർക്കുവാനായിട്ട് വിശേഷം അപേക്ഷിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ലോകത്തിൽ ആർക്കും ഇല്ലാത്ത ഒരു പദ്ധതി നമ്മെ കുറിച്ച് നാം സേവിക്കുന്ന ദൈവത്തിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കാര്യങ്ങൾ ഉയർത്തി കർത്താവിന്റെ സ്തോത്രം ചെയ്താണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ലോകത്തിൽ ആർക്കും ഇല്ലാത്ത ഒരു പദ്ധതി നമ്മെ കുറിച്ച് നാം സേവിക്കുന്ന ദൈവത്തിനുണ്ട്. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഈ മണ്ണിലില്ല. ആ പൂർത്തീകരണം വരെ ആ കരം നമ്മുടെ പുറകിൽ ചലിച്ചുകൊണ്ടിരിക്കും. തിരശീലയ്ക്ക് പുറകിൽ തിരക്കാത്ത പോലെ. സ്തോത്രം. ഞാൻ ഇന്നേക്ക് ഏതാണ്ട് 3 വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ ഏതാണ്ട് ദീർഘ ദിവസങ്ങൾ ആത്മീയ ശുശ്രൂഷകളിലായിരുന്ന സമയം, അന്ന് രാത്രി ഭവനത്തിൽ വിശ്രമിച്ച് രാവിലെ സമയം എഴുന്നേറ്റ് റാന്നിയിൽ പ്രഭാത യാത്രയ്ക്ക് ഒന്ന് നടക്കുവാനായിട്ട് ഇറങ്ങി. അല്പം മുൻപോട്ട് നടന്നപ്പോൾ നെഞ്ചിന് ചുറ്റും ഒരു അസ്വസ്ഥത തോന്നി. അസ്വസ്ഥത കാര്യമാക്കാതെ വീണ്ടും ഞാൻ 3 കിലോമീറ്റർ നടന്ന് തിരിച്ച് വീട്ടിൽ മടങ്ങി വന്നു. ആ അസ്വസ്ഥത തോന്നിയപ്പോൾ എൻ്റെ സുഹൃത്ത് ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, എഫർട്ട് എടുക്കുമ്പോൾ ഒരു അധ്വാനത്തിന് മുമ്പിൽ നെഞ്ചിൽ ഒരു അസ്വസ്ഥത തോന്നുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, ട്രെഡ്മിൽ ടെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ട്രെഡ്മിൽ ടെസ്റ്റിന് വിധേയനായി. ട്രെഡ്മിൽ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ഹാർട്ടിൽ മൾട്ടിപ്പിൾ ബ്ലോക്ക് ഉണ്ട്. കൊച്ചു ബ്ലോക്ക് ആയിരിക്കില്ല, വലിയ തരത്തിലാകാനാണ് സാധ്യത. എത്രയും വേഗം ഒരു ആൻജിയോഗ്രാം ടെസ്റ്റിന് വിധേയനാകുക. അടുത്ത ദിവസം തന്നെ കാരിത്താസ് ഹോസ്പിറ്റലിൽ ഒരു ആൻജിയോഗ്രാം ടെസ്റ്റിന് വിധേയനായി. ഞാൻ സ്നേഹിക്കുന്ന, വളരെ അടുത്ത് സ്നേഹിക്കുന്ന ഒരു ഡോക്ടർ ദീപക് ഡേവിഡ്സൺ, അദ്ദേഹം ആൻജിയോഗ്രാം കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ, നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് ഒരു അത്ഭുതമാണ്. നിങ്ങളുടെ റൈറ്റ് ലെഫ്റ്റ് കൊറോണറി ആർട്ടറികൾ പൂർണ്ണമായി ബ്ലോക്കായി പോയി. കുറഞ്ഞപക്ഷം 18 കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് നിങ്ങളുടെ ആർട്ടറികൾ ബ്ലോക്കായിട്ട്. റൈറ്റ് കൊറോണറി ആർട്ടറിയിലൂടെ യാതൊരു സർക്കുലേഷനും ഇല്ലാതെ ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുന്നു. എന്തിന്? നിങ്ങളുടെ കൊറോണറി ആർട്ടറികൾ ഇത്രയും ബ്ലോക്കായിട്ട് നിങ്ങൾ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നറിയണ്ടേ? നടുവിലൂടെ മറ്റൊരാർട്ടറി കൃത്രിമമായി പൊട്ടി ഉയർന്ന് പ്രകൃതി തന്നെ ഒരു ബൈപ്പാസ് നിങ്ങളിൽ നടത്തിയത് കൊണ്ടാണ് നിങ്ങൾ ആരോഗ്യത്തോടെ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ബൈപ്പാസിന് വിധേയനായെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്നേക്ക് 18 കൊല്ലങ്ങൾക്ക് പുറകിൽ, 18 വർഷങ്ങൾക്ക് പുറകിൽ ഹാർട്ടിൽ ഇത്രയും വലിയ ബ്ലോക്ക് ഉണ്ടായിട്ടും
ഒരു നേരം പോലും യോഗങ്ങളിൽ നിന്ന് മാറിയിരിക്കാതെ നിരന്തരം ശുശ്രൂഷകൾ നടത്തുമ്പോൾ, ഉച്ചസ്ഥായിയിൽ പ്രസംഗിക്കുമ്പോൾ, ഒരു വേദിയിൽ പോലും കുഴഞ്ഞു വീഴാൻ അനുവദിക്കാതെ എന്റെ ജീവനെ പിടിച്ചു നിർത്തിയത് മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണെന്നും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ പറയാം, പ്രാർത്ഥനയുടെ കരം പുറകിലുണ്ടെങ്കിൽ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പൂർണ്ണമായി നിവർത്തിക്കുമ്പോൾ ആ കരം അന്ത്യം വരെ നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുമെന്നും ഉറപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ ജനം ദൈവകരങ്ങളിൽ വിഷയം കൈമാറുക. അവന്റെ കരം നമുക്ക് അനുകൂലമായിട്ട് ഉയരുന്ന രാത്രിയായി തീരട്ടെ. നാം ഒരു യുഗത്തിന്റെ സന്ധിയിലേക്ക്, കാലത്തിന്റെ കടശി ദിവസങ്ങളിലേക്ക്, ചരിത്രത്തിന്റെ ഒടുവിലത്തെ പേജുകളിലേക്ക് ഓടിയടുക്കുകയാണ്. നിത്യതയുടെ വിധികർത്താവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ ആകാശ മേഘങ്ങളിൽ മടങ്ങി വരുന്ന കാഴ്ച നേരിട്ട് കാണാൻ വേർതിരിക്കപ്പെട്ട ദൈവമക്കളാണ് എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ. നമ്മുടെ കണ്ണുകൾ അടയുന്നതിന് മുൻപ് ഈ തലമുറയിൽ അത് സംഭവിക്കും. ഇത് വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ഇത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? നമ്മുടെ കണ്ണുകൾ അടയുന്നതിന് മുൻപ് ഈ തലമുറയിൽ ഇത് സംഭവിക്കും. സ്തോത്രം. ഞാൻ ഓർക്കുകയാണ്, മനുഷ്യ ചരിത്രത്തിന് ഈറ്റുനോവ് കിട്ടിയ കാലത്ത് ജീവിച്ചിരിക്കാൻ ഭാഗ്യം ലഭിച്ച തലമുറയാണ് ഇന്ന് പകൽ രാത്രിയിൽ വചനം കേൾക്കുന്ന എന്റെയും നിന്റെയും ജനറേഷൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ ശ്രദ്ധേയമായ ഒരു ഭാഗം, ആദ്യത്തെ രാത്രിയിൽ ഞാൻ ഈ പ്രഭാഷണത്തിൽ ഓർപ്പിച്ച ഭാഗം നിങ്ങളുടെ സ്മരണയിലുണ്ട്. കല്ലറയ്ക്ക് പുറത്ത് വെട്ടിപ്പിടിക്കേണ്ട നേട്ടങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് ജീവിതം നയിക്കുന്ന, കല്ലറയ്ക്കപ്പുറം ബുദ്ധിപൂർവ്വം വിട്ടുകളഞ്ഞിരിക്കുന്ന മനുഷ്യനെ കർത്താവ് വിളിക്കുന്നത് മൂഢൻ എന്നാണ്. അപ്പോൾ കല്ലറയ്ക്കിപ്പുറമല്ല നമ്മുടെ വലുത്, കല്ലറയ്ക്കപ്പുറമാണ്. ഇന്ന് കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? എന്റെ ആത്മീയ ശുശ്രൂഷയുടെ ആത്യന്തിക ലക്ഷ്യം കല്ലറയ്ക്കിപ്പുറമല്ല, എന്റെ ശുശ്രൂഷയുടെ ആത്യന്തിക ലക്ഷ്യം കല്ലറയ്ക്കപ്പുറമാണ് എന്ന ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്. ഒരു വസ്തുത പറയട്ടെ, ഈ മണ്ണിനേക്കാൾ നിത്യത വലുതായി കാണുന്ന ഭക്തന്മാരുടെ ശബ്ദം വേദികളിൽ മുഴങ്ങട്ടെ എന്ന് ഞാൻ ദിവസത്തിൽ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കല്ലറയ്ക്കിപ്പുറത്തുള്ളതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു തലമുറ, അതെ, പട്ടും ധൂമ്രവർണ്ണവും ധരിച്ച് സുഖിച്ചു മതിച്ചു പുളച്ച് രസിച്ച് ഈ മണ്ണിൽ കഴിഞ്ഞതിന് ശേഷം ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് നമ്മെ കാത്തിരിക്കുന്നതെങ്കിൽ, നമ്മെ പോലെ അരിഷ്ടർ ഈ ഭൂമിയിൽ രണ്ടാമതില്ലെന്നും, ഈ ഭൂമിയിൽ മാറി പുതയ്ക്കാൻ പുതപ്പില്ലെങ്കിലും, വെച്ച കഞ്ഞിക്കൊഴിക്കാൻ ഉപ്പില്ലെങ്കിലും എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ കിടക്കുന്ന കിടപ്പറ എന്റെ മരണയറയായി മാറിയാൽ, എന്റെ കണ്ണ് തുറന്നാൽ ഞാൻ നിത്യതയിലായിരിക്കുമെന്ന് ദർശനം പ്രാപിച്ചൊരു ദൈവവൈദ്യൻ ഇതിനകത്തുണ്ടെങ്കിൽ, നിന്നെ പോലെ ധൈര്യവാൻ, നിന്നെ പോലെ ഭാഗ്യശാലി വേറൊരാൾ ഇല്ലെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാരംഭ മിനിറ്റുകളിൽ തന്നെ വാ തുറന്ന് ദൈവത്തിന് മഹത്വം അർപ്പിച്ചെന്ന് പറയണം. എന്റെ നിത്യതയാണ് എനിക്ക് ഏറ്റവും വലുത്. കൂട്ടിലെ പട്ടിക്കും വീട്ടിലെ കുട്ടിക്കും ഒരുപോലെ അസുഖം ബാധിച്ചാൽ ആദ്യം ആശുപത്രിയിൽ എത്തിക്കുന്നത് കൂട്ടിലെ പട്ടിയെയാണോ വീട്ടിലെ കുട്ടിയെയാണോ? ഉത്തരം ലളിതം, കൂട്ടിലെ പട്ടിയല്ല, വീട്ടിലെ കുട്ടിയെ തന്നെയായിരിക്കും. നിത്യതയ്ക്ക് പ്രാധാന്യം നൽകേണ്ട പല സന്ദേശങ്ങളും മറ്റു പലതുമായി ജനപ്രിയ തരംഗങ്ങളിൽ മാറ്റി കുറിച്ചിരിക്കുന്ന ഈ തലമുറയിൽ നിത്യതയ്ക്ക് പ്രാധാന്യം നൽകാൻ, മുൻഗണന കൊടുക്കേണ്ടതിന് മുൻഗണന കൊടുക്കാൻ ദൈവം ചില കണ്ണുകൾ തുറക്കട്ടെ എന്ന് ദിവസം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ രാത്രിയിൽ നിത്യതയോട് ബന്ധപ്പെട്ട ചില വസ്തുതകൾ ഓർപ്പിച്ചു. ഇന്നലെ രാത്രിയിൽ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവിലും ആകും എന്ന ഭാഗമാണ് പരാമർശിക്കുവാനായിട്ടിടയായത്. സത്യത്തിൽ ഒരു പ്രളയത്തിന്റെ ഇരമ്പൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ചെവിയിൽ കേൾക്കുന്നില്ലേ? വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉയർത്തി നോക്കുന്ന ദൈവമക്കൾ ചെവി ഒന്ന് വാട്ടം പിടിക്കൂ. ഒരു പ്രളയത്തിന്റെ ഇരമ്പൽ കേൾക്കുന്നുണ്ട്. ഒരു ഓടിപ്പോക്കിന് പോലും സമയമില്ലാതെ ഈ പ്രകൃതി മനുഷ്യ സമുദായത്തിനെതിരെ പടവാൾ ഉയർത്താൻ തുടങ്ങുന്ന സമയം യേശുവാകുന്ന പെട്ടകത്തിന് അഭയം കണ്ടെത്തിയ ദൈവമക്കൾ ഭാഗ്യശാലികളാണെന്ന് മറക്കരുത്. നമ്മുടെ വാഴ്ത്തയുടെ കർത്താവ് പറഞ്ഞ ഏറെ ശ്രദ്ധേയമായ ഭാഗം ഞാൻ അവിടെ നിന്ന് ഓർപ്പിച്ച് ഇന്നത്തെ ഭാഗത്തേക്ക് വരാം. കർത്താവ് പറഞ്ഞ ഏറ്റവും സുപരിചിതമായ പദപ്രയോഗം ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടമിടങ്ങളിൽ ഉണ്ടാകും. ഇതൊക്കെയും
ഈറ്റ് നോവിന്റെ ആരംഭമാത്രേ. എന്താണ് ഈറ്റ് നോവ്? നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചാചല്യപ്പെടാതിരിക്കും. എന്നാൽ ഒരു പ്രത്യേക യുദ്ധം ഞാൻ നിങ്ങളോട് പറയാം. ജാതി ജാതിയോട് ഏറ്റുമുട്ടിയിട്ട് രാജാക്കന്മാർ അതിന്റെ പുറകിൽ അണിചേരുന്ന ഒരു യുദ്ധം ചരിത്രത്തിൽ പൊട്ടിപ്പുറപ്പെടും. അങ്ങനെയാണെങ്കിൽ ജെൻഡയിലിനോട് ഏറ്റുമുട്ടിയിട്ട് നേഷ്യൻസ് ഇതിന്റെ പുറകിൽ അണിചേരുന്ന ഒരു യുദ്ധം ചരിത്രത്തിൽ സംഭവിക്കുമ്പോൾ ആ യുദ്ധം ഈറ്റ് നോവിന്റെ തുടക്കമായിരിക്കും. എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാം ഈറ്റ് നോവ് എന്താണ്. ഒരു അമ്മയുടെ പ്രസവ വേദന. എന്താ പ്രസവ വേദന? ഒരുമിച്ചല്ല പ്രസവ വേദന വരുന്നത്. ഒരു വേദന വന്നു, ഒന്ന് ശമിച്ചു, ഇടവേളയ്ക്ക് ശേഷം അടുത്ത വേദന, വീണ്ടും വേദന ഉയരുന്നു, വീണ്ടും ശമിക്കുന്നു, വീണ്ടും ഇടവേള, വീണ്ടും അടുത്ത വേദന. പക്ഷേ പ്രസവ വേദന തുടങ്ങുന്നതോടുകൂടെ അധികം താമസിക്കാതെ അത് ഒരു ജന്മത്തിൽ അവസാനിക്കും. അങ്ങനെയെങ്കിൽ മാനവ ചരിത്രത്തിന്, മനുകുലത്തിന്, ആദാമ്യ വർഗത്തിന് പ്രസവ വേദന കിട്ടുന്ന ഒരു ടേണിംഗ് പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാം. കർത്താവ് പറയുകയാണ്, ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞത്, ഒരു ജാതി മറ്റൊരു ജാതിയോട് ഏറ്റുമുട്ടും. ചെന്നൈയിൽ ഒരു ചെന്നൈയിനോട് ഏറ്റുമുട്ടും. എന്നിട്ട് നേഷ്യൻസ് മുഴുവൻ ആഗോള വ്യാപകമായി അതിൽ അണിചേരും. ഇങ്ങനെ ഒരു യുദ്ധം ചരിത്രത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ കൈ കെട്ടിയിരുന്ന് ഉറങ്ങണമെന്നല്ല, കണ്ണുയർത്തി നോക്കണം. എന്റെ വരവിന്റെ ഈറ്റ് നോവ് കിട്ടിക്കഴിഞ്ഞു. അധികം താമസിക്കാതെ ജന്മം ചരിത്രത്തിലെത്തും. കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങും. അങ്ങനെ കൂട്ടി ഞാൻ വായിച്ചു പറയാം. മാനവ കുലത്തിന് ഈറ്റ് നോവ് കിട്ടിയ തലമുറയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് എന്റെ മുന്നിൽ കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ. നിങ്ങൾക്കറിയാമോ, ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് ഒത്തിരി വിശദീകരിക്കേണ്ടതുള്ളത്. അതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ ഇൻട്രൊഡക്ട് ചെയ്യാം. ആസ്ട്രിയയുടെ സിംഹാസനാരൂഢനാകേണ്ട ആർച്ച്ഡ്യൂക്ക് ഫ്രെഡറിക് ഫ്രാൻസ് ഫെർഡിനാൻഡോ തന്റെ ഭാര്യ സോഫിയോടൊപ്പം തൊട്ടടുത്ത രാജ്യമായ സോർബിയയിലേക്ക് ഒരു യാത്ര പോകുമ്പോൾ ഒരു വഴിവക്കിൽ വെച്ച് ഒരു ഗ്രാനൈറ്റ് എടുത്ത് ഒരു സോർബിയക്കാരൻ വലിച്ചെറിയുകയും ഫെർഡിനാൻഡോയുടെ അംഗരക്ഷകരിൽ 50ഓളം പേർ മുറിവേറ്റ് വീഴുകയും ചെയ്തു. എത്രയും വേഗം ആളുകളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഏറ്റവും പ്രിയപ്പെട്ട ഒരു അംഗരക്ഷകൻ മരണത്തോട് മല്ലടിക്കുന്ന വാർത്ത അറിഞ്ഞ് ഫെർഡിനാൻഡോ കാർ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചുവിടുന്നു. ഒരു വഴിവക്കിൽ നിർത്തി ഹോസ്പിറ്റലിലേക്കുള്ള വഴി ചോദിക്കുന്നു. ഉടനെ ഒരു സോർബിയക്കാരൻ ഒരു തോക്കെടുത്ത് ഫെർഡിനാൻഡോയെയും അദ്ദേഹത്തിന്റെ ഭാര്യ സോഫിയയെയും വിവാഹത്തിന്റെ 14ാം വാർഷികത്തിൽ വെടിവെച്ച് വീഴ്ത്തുന്നു. ചോരയിൽ കുളിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ച് കാറിലിരുന്ന് ലോകത്തോട് യാത്ര പറയുന്ന ഫെർഡിനാൻഡോയുടെ ദുരന്തം അടുത്ത പള്ളിമണിയിലൂടെ ലോകമറിയുമ്പോൾ അടുത്ത 29 ദിവസങ്ങൾ കൊണ്ട് ജാതി ജാതിയോട് ഏറ്റുമുട്ടിയ മഹായുദ്ധത്തിൽ ജാതികൾ മുഴുവൻ അണിചേരുന്ന ആഗോള യുദ്ധം ചരിത്രത്തിലുണ്ടായി. അങ്ങനെയാണെങ്കിൽ 1, 2 ലോകമഹായുദ്ധങ്ങൾ 1914 മുതൽ 18 വരെ നടന്ന 1ാം ലോകമഹായുദ്ധം, 1939 മുതൽ 45 വരെ നടന്ന 2ാം ലോകമഹായുദ്ധം. ഈ 2 യുദ്ധങ്ങളുടെ ചരിത്രങ്ങൾ പഠിച്ചാൽ ഒരു വസ്തുത സ്ഫടിക സ്ഫുടമാണ്. അടിവരയിട്ട് ഗ്രഹിക്കേണ്ടതാണ്. ഈ തലമുറയ്ക്ക് ഈറ്റ് നോവ് കിട്ടിക്കഴിഞ്ഞു. അത് മാത്രമോ, നിങ്ങൾ കാര്യങ്ങളെ ഒന്ന് വിവേചിച്ച് നോക്കുക. നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദന്റെ ജാതീയ കൊടിയടയാളം, ജാതി അടയാളമാണ് അത്തി. അത്തി മുതലുള്ള സകല ജാതികൾക്കും ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ദശാസന്ധിയിൽ തളിർപ്പ് വ്യാപരിക്കും. ആ തളിർപ്പ് കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, വേനൽ അടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ വരവും അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കും. ഞാനൊരു ലിസ്റ്റ് നിങ്ങളുടെ മുന്നിൽ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദേശത്തിന്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയിൽ ഞാൻ ആ ഭാഗം കാലത്തെ ഒന്ന് വിവേചിക്കാൻ വേണ്ടി മാത്രം. 1948 ഇസ്രായേൽ സ്വതന്ത്രമായി. 1945 ഇന്തോനേഷ്യ സ്വതന്ത്രമായി. 1946 ഫിലിപ്പീൻസ് സ്വതന്ത്രമായി. 1947 പാകിസ്ഥാൻ സ്വതന്ത്രമായി. 1948 ബർമ സ്വതന്ത്രമായി. 1948 സിലോൺ സ്വതന്ത്രമായി. 1950 വിയറ്റ്നാം സ്വതന്ത്രമായി. 1956 സുഡാൻ സ്വതന്ത്രമായി. 1957 ഗാന സ്വതന്ത്രമായി. 1957 മലയ സ്വതന്ത്രമായി. 1960
എന്നാൽ ചരിത്രത്തിന്റെ ഒരു വഴിത്തിരിവിലെത്തുമ്പോൾ ലോകത്തിലെ സകല ജാതികൾക്കും അഭൂതപൂർവമായ ദേശീയ ബോധത്തിന് തണുപ്പുണ്ടാകും. ഇന്ത്യ ഉൾപ്പെടെ പലസ്തീന മണ്ണുൾപ്പെടെ മുഴുവൻ തണുപ്പിലേക്ക് വരും. ആ ദേശീയ ബോധത്തിന്റെ തണുപ്പ് നിങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, എന്റെ വരവിന്റെ സമയം അടുത്തു കഴിഞ്ഞു. പ്രത്യാശ പറഞ്ഞ എത്ര ദൈവങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ തലമുറയിൽ കർത്താവ് വരും. അകത്ത് നോക്കിപ്പോ എത്ര ദൈവങ്ങളെന്ന് പകൽക്കാലൂടെയുണ്ട്. ചെട്ടിക്കച്ചവടത്തിൽ നഷ്ടം വന്ന മട്ടിൽ താടിക്ക് കയ്യും താങ്ങി ഗതികേറി വട്ടത്തളിപ്പാലത്തെ കേറിപ്പോയേ എന്ന മട്ടിലായിരിക്കരുത് ദർശനം പ്രാപിച്ച ദൈവങ്ങളെന്ന് രാത്രി ദിവസം ഇരിക്കേണ്ടത്. ഇന്ന് രാത്രി എന്റെ കർത്താവ് ആകാശ മേഘങ്ങളിൽ മടങ്ങി വരും എന്ന ബോധ്യം അകത്ത് ഭരിക്കുമ്പോൾ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ അകത്ത് ബോധ്യമുള്ള ദൈവമക്കളുടെ നാവുകൾ തുറന്ന് കൽപ്പമിനിറ്റ് കർത്താവിനെ ആരാധിക്കുന്ന രാത്രിയാകട്ടെ. എത്ര പ്രിയപ്പെട്ടവരുടെ അർത്ഥങ്ങൾ സ്തോത്രത്തോടെ ചലിച്ചു തുടങ്ങും. ഞാൻ വാക്യം ഒന്ന് പറയാൻ തുടങ്ങുക. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നോടൊപ്പം ആമേൻ പറയണം. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി പറയാമോ? എടുക്കപ്പെടും. അകത്തുറപ്പ് പ്രാപിച്ച് എത്ര പേര് രാത്രി ഇവിടെ എടുക്കപ്പെടും? റാപ്സോ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് റാപ്ചർ എന്ന പ്രയോഗം വന്നത്. റാപ്ചർ എന്ന വാക്കിന്റെ പച്ച മലയാളം റാഞ്ചുക എന്നാണ്. ഒരു വൃക്ഷക്കൊമ്പിൽ കുത്തിയിരിക്കുന്ന ഒരു കഴുകൻ കുഞ്ഞ്, താഴെ ചിക്കിച്ചു കഴിയുന്ന ഒരു കോഴിക്കുഞ്ഞ്, കഴുകൻ നോട്ടമിട്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു മുന്നറിയിപ്പ് കൂടാതെ കഴുകൻ പാഞ്ഞിറങ്ങി കോഴിക്കുഞ്ഞിനെ കാലിൽ കുരുക്കി ബലത്തോടെ മുകളിലേക്ക് പറക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒന്നിൽ കാഹളത്തിന്റെ ഉരത്തനാദം മധ്യാകാശത്തിൽ മുഴങ്ങുമ്പോൾ യേശുവിന്റെ രക്തത്താൽ കഴിവ് പ്രാപിച്ച നിത്യതയ്ക്കായി കാത്തു നിൽക്കുന്ന ഒരുപറ്റം ദൈവങ്ങൾ ഈ മെൽബണിലുണ്ട്. അവരിൽ ചിലരെ കാഹളത്തിന്റെ ധ്വനിയിൽ എടുത്തുകൊണ്ടു പോകാൻ, ഇത് ബലമായി പിടിച്ചുകൊണ്ടു പോകാൻ എന്റെ കർത്താവ് മടങ്ങി വരുന്ന ദിവസങ്ങൾ തൊട്ടു മുൻപിലെന്ന് തിരിച്ചറിയുന്ന ദൈവങ്ങളുടെ നാവിൽ ഇന്ന് രാത്രി ആരാധന ഉയർന്നിട്ട് പറയണം, കർത്താവേ ഞാൻ കൈവിടപ്പെടരുത്. ഞാൻ അവിടെ കാണുന്ന ദിവസങ്ങളായി ദിവസങ്ങൾ തീരണം. സ്തോത്രം. എല്ലാ കണ്ണുകളും അടച്ചൽപ്പ മിനിറ്റുകൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥന തുടങ്ങിക്കട്ടെ. എല്ലാ നാമങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയരട്ടെ. ഒരു അത്തരം പോലും പൂട്ടിയിരിക്കാതെ, ഒരു മാ പോലും അടച്ചിരിക്കാതെ സകല ദൈവങ്ങളുടെ നാവിൽ ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ആ വലത് കരങ്ങൾ ഉയർത്തി ഒന്ന് പിടിക്കാമെങ്കിൽ സകല ദൈവങ്ങളുടെ വലത് കരങ്ങൾ ഉയർത്തി പിടിച്ച് കർത്താവേ ഞാൻ കൈവിടപ്പെടരുത്, ഞാൻ കൈവിടപ്പെടരുതെന്ന് എല്ലാവരും ഒരുപോലെ കർത്താവിനോട് പ്രാർത്ഥന തുടങ്ങുന്ന രാത്രിയാകട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. ഇടത്തിരിക്കുന്നവരെ നോക്കണ്ട കേട്ടോ, വലത്തിരിക്കുന്നവരെ നോക്കണ്ട, പുറകിലിരിക്കുന്നവരെ നോക്കണ്ട. ഒരാൾ ഇരുന്ന് ഉറങ്ങിയ ചെഴുന്നേറ്റ് പോകട്ടെ, മറ്റൊരാൾ വിധിയെഴുതാൻ ഒന്നിൽ ചെഴുന്നേറ്റ് പോകട്ടെ. അകത്ത് ദൈവശക്തി അനുഭവിച്ചറിയുന്ന ഒരു ദൈവത്തിന്റെ രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ ഉയർത്തി പിടിച്ചിട്ട് പറയണം, ഈ ഒഴുക്കിന് ഒഴുകാനല്ല ഞാൻ ഈ മണ്ണിൽ വന്നത്, ഈ താളത്തിന് തുള്ളാനല്ല ഞാൻ രാത്രി മണ്ണിൽ വന്നത്. എന്നെ തൊണ്ടക്കുഴിയിലെ ശ്വാസമസ്ത വയ്ക്കുന്നതിന് മുൻപ് ഈ തലമുറയിൽ എന്റെ കർത്താവ് വന്ന അവന്റെ അടുക്കലേക്ക് എടുക്കപ്പെടേണ്ടതിന് എന്റെ ജഡത്തെ സൂക്ഷിച്ച് എന്റെ ജീവിതത്തെ പവിത്രതയിൽ നിർത്തുവാനുള്ള കൃപ എന്നിൽ പകരണമേ എന്ന് കരമുയർത്തി കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥന തുടങ്ങട്ടെ. എല്ലാവരും ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഗ്ലോറി ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ കർത്താവേ, ആട്ടുപറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെ യാഗച്ചു വരയ്ക്ക് ഞങ്ങളുടെ പാപക്കറകൾ കഴുകിക്കളയുവാൻ പ്രാപ്തിയില്ലാതെ വന്നപ്പോൾ നിത്യാത്മാവിനാൽ ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട അവിടുത്തെ പുത്രന്റെ പരിശുദ്ധ രക്തത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ വീണ്ടെടുപ്പിനായി ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പട്ടണത്തിന്റെ വിവിധ തുറകളിൽ അതിന്റെ അനുദിന വരുമാനത്തിനായി അധ്വാനിക്കുന്നതോടൊപ്പം ഒരുപറ്റം ദൈവമക്കൾക്ക് നിന്നെ സേവിപ്പാൻ ഭാഗ്യം നൽകിയ കർത്താവേ, ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളെ തേജസ്സിന്റെ ദേവത്വമില്ലാത്ത കരങ്ങളിൽ ഇന്ന് രാത്രി കൈമാറുകയാണ്. ഈ തലമുറയുടെ ഒഴുക്കിന് വിപരീതമായി നിന്ന് നിത്യത കൈവിട്ടു പോകാതെ നിലകൊള്ളേണ്ടതിന് ഒരു പ്രത്യേക അഭിഷേകം ഞങ്ങളുടെ കേൾവിക്കാരുടെ കർത്താവ് പകരണമേ. അവിടുന്ന് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമേ. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഈ സമാപന സന്ദേശത്തിൽ രണ്ട് പ്രധാന വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 30-ാമത് വാക്യവും, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 30-ാമത് വാക്യവും, കൊരിന്ത്യർ
1:22 ചേർത്ത് വായിക്കാം. മൈക്രോഫോണിന്റെ സഹായത്തോടുകൂടെ ആരെങ്കിലും വായിച്ചാൽ. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1:22. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വമെങ്കിലും യവനന്മാർക്കാകട്ടെ വിളിക്കപ്പെട്ട സകലർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഈ രാത്രി കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദേശത്തിന്റെ കൺക്ലൂഷൻ എന്ന നിലയിൽ മരണം കൺമുൻപിൽ പ്രതീക്ഷിക്കാത്ത അതിഥിയെ പോലെ അടുത്തു വന്നാൽ എന്താണ് പരിഹാരമാർഗം എന്ന് ചോദിച്ച് അവസാനിപ്പിച്ച ആദ്യത്തെ രാത്രി, നോഹയുടെ കാലം പോലെ ഒരു പ്രളയത്തിന്റെ ഇരമ്പൽ കൺമുൻപിൽ വരുന്നു എന്ന് വിശദീകരിച്ച കഴിഞ്ഞ രാത്രി. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു പെട്ടകത്തെ ചൂണ്ടിക്കാണിച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷമുള്ള ദൈവത്തിന് ഞാൻ കരമ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേക്കും. ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധേയമായ 2 വേദഭാഗങ്ങളാണ് നിങ്ങളുടെ ചിന്തയിലേക്ക്, നിങ്ങളുടെ സ്മൃതിപഥത്തിലേക്ക് വേഗം കൊണ്ടുവന്ന് എന്റെ വാക്കുകൾ ഉപസംഹരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ ധന്യനായ പൗലോസ്ലീഹ ഓർപ്പിക്കുന്ന ഒരു ഭാഗം, മറ്റൊന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട മറ്റൊരു ഭാഗം. നമ്മുടെ കർത്താവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട് ഉയരുന്ന അതിപ്രധാനമായ വാക്കാണ് ഇവിടെ ഗൗരവമായി വായിച്ചു കേട്ടത്. നമ്മുടെ കർത്താവിന്റെ ക്രൂശീകരണം വളരെ ശ്രദ്ധിച്ച് ഇന്ന് രാത്രി നിങ്ങളുടെ ശ്രദ്ധയെ ആ ഭാഗത്തേക്ക് ഒന്ന് കൊണ്ടുവന്ന് ഞാൻ അവസാനിപ്പിക്കാം. ധന്യനായ പൗലോസ്ലീഹ പറയുകയാണ്, കൊരിന്ത്യരോട് പറയുന്നു, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കണമെന്ന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. പൗലോസ് കൊരിന്തിൽ എത്തിച്ചേർന്നത് അഥേനയിൽ നിന്നാണ്. ചരിത്ര പ്രസിദ്ധമായ അഥേനയിൽ നിന്നാണ്. തത്വജ്ഞാനികളുടെ തറവാളം അറിയപ്പെടുന്ന അഥേനയിൽ നിന്നാണ് അദ്ദേഹം കൊരിന്തിൽ എത്തിച്ചേർന്നത്. കൊരിന്തിൽ താൻ ഒരു പ്രത്യേക തീരുമാനത്തോടു കൂടിയാണ് എത്തിച്ചേർന്നതെന്ന് താൻ തന്റെ വാക്കുകളിൽ വ്യക്തമാക്കുകയാണ്. അദ്ദേഹം തൊട്ടു മുൻപ് പ്രസംഗിച്ച തത്വജ്ഞാനികളുടെ ഈറ്റിരമായ അഥേനയിൽ പ്രസംഗിച്ച ചരിത്ര പ്രസിദ്ധമായ പ്രൗഢഗംഭീരമായ പ്രഭാഷണ പ്രവാഹം, അവരുടെ കവിവരന്മാരുടെ വാക്കുകളൊക്കെ എടുത്തു വെച്ച് മനോഹരമായ ശൈലിയിൽ തത്വജ്ഞാനികൾക്ക് രുചിക്കത്തക്ക വിധം താത്വികമായി താൻ പ്രസംഗം അവതരിപ്പിച്ചു. പക്ഷേ ചുരുക്കം ആ പ്രസംഗം ഒരു കനത്ത പരാജയമായിരുന്നു. താൻ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നു. താൻ പറയുന്നു, ഞാൻ ഇനിയും പ്രസംഗിക്കാൻ പോകുകയാണ്. എന്റെ പ്രസംഗം തത്വജ്ഞാനമായിരിക്കില്ല. കാരണം തത്വജ്ഞാനം ബുദ്ധിജീവികൾക്ക് രസകരമാണെങ്കിലും തത്വജ്ഞാനം ദൈവശക്തി ആയിരിക്കില്ല. എന്നാൽ ക്രൂശിന്റെ വചനം ബുദ്ധിജീവികൾക്ക് പോഷത്വമാണെങ്കിലും ക്രൂശിന്റെ വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദൈവശക്തിയായിരിക്കും. രണ്ടാമതൊരു വിഷയം ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കാതെ ക്രൂശിനെ മാത്രം ഇവിടെ ഉയർത്തിയാൽ ഈ രാത്രി കൈതൊടാതെ രോഗികളെ സൗഖ്യമാക്കുവാൻ എന്റെ ദൈവത്തിന്റെ കരം ഇതിനകത്ത് ഉയരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രൂശിന്റെ പുറകിൽ ഈ രാത്രി ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നേക്ക് ചില നാളുകൾക്ക് മുമ്പ് കോട്ടയത്തിനടുത്ത് പുതുപ്പള്ളിക്ക് സമീപം ഒരു ഗ്രാമത്തിൽ ഒരു വഴിയോരത്ത് ഒരു സുവിശേഷ യോഗം നടക്കുകയാണ്. യോഗത്തിന് തൊട്ടു മുൻപിൽ ഒരു സഹോദരി ഇരിക്കുന്നു. നിറഞ്ഞ സദസ്. പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാൽവറിയെ ഞാൻ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയം വളരെ വലിപ്പമുള്ള സഹോദരി അക്രൈസ്തവ പശ്ചാത്തലത്തിൽപ്പെട്ടവളാണെന്ന് അവരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് എനിക്ക് മനസ്സിലാവും. അവൾ ശരീരം വല്ലാതെ ചലിപ്പിക്കാൻ തുടങ്ങി. തലമുടി അടിച്ചിട്ട് ഒരു പാമ്പ് പത്തി വിരിച്ചാടുന്നത് പോലെ ക്രൂശിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഉള്ളിൽ എന്തോ കിടന്ന് ചലിക്കുന്ന മട്ടിൽ അവൾ കസേരയിൽ നിറങ്ങുകയാണ്. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അവളുടെ തല അതിവേഗം അന്തരീക്ഷത്തിൽ നൃത്തം വയ്ക്കാൻ തുടങ്ങി. അവൾ മുട്ട കൊണ്ട് നിലത്തോട്ട് കുത്തി നിന്ന് 2 കൈയിലും മണ്ണ് വാരിയിട്ട്
പറയുന്നു. ഞാൻ ആ തിരി കൊളുത്തുന്ന സന്ധ്യാസമയത്ത് അവിടെയുള്ള ചടങ്ങ് പൂജ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം വെറുതെ അലസമായി നോക്കി നിൽക്കുമ്പോൾ പുറകിൽ ശബ്ദം കെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്റെ വീടിനേക്കാൾ വലിപ്പത്തിൽ വായിൽ ചോരയൊലിപ്പിച്ചുകൊണ്ട് കയ്യിൽ ആയുധവുമായി ഒരു സ്ത്രീ രൂപം നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ഞാൻ ഭയപ്പെട്ടു പോയി. ഏതോ ഒരു ശക്തി ഉടുപ്പിട്ടതുപോലെ എന്റെ ശരീരത്തിലേക്ക് ഇറങ്ങുന്നത് എനിക്ക് തോന്നി. അന്ന് മുതൽ മനസ്സിന്റെ സമനില തെറ്റി സമചിത്തത തകർന്ന് ഞാനൊരു മനോരോഗിയായി മാറി. മാനസിക രോഗാശുപത്രിയുടെ പടികൾ കയറി ഇറങ്ങി രക്ഷയില്ലായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി